ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു അടിപൊളി ഐറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഹുവാവേൻ്റെ ഏറ്റവും പുതിയ മോഡലായ നോവ 7 5G ഒരു അടിപൊളി ഫോണാണ്. ഒരു മിഡ് റേഞ്ച് ഫോണിൻ്റെ പ്രൈസിന് ഒരു അടിപൊളി ഫ്ലാഗ്ഷിപ്പ് ഫോൺ, അതാണ് നോവ 7 5G. അപ്പോൾ നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തുറക്കണ വഴിക്ക് ആദ്യം തന്നെ ഫോൺ തന്നെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം. വാവ്, അടിപൊളി ആയിട്ടാ. നല്ല സൂപ്പർ കളർ, ഭയങ്കര ഗ്ലോസിയാണ് ഫിനിഷിങ്, നല്ല പ്രീമിയം ലുക്കാണ്, അടിപൊളിയാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണ് തന്നെ. അപ്പോൾ ഈ ഫോണിൻ്റെ വേറെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വേർഷൻ പർപ്പിൾ കളറാണ്. അപ്പോൾ ഫോൺ അവിടെ ഇരിക്കട്ടെ, നമുക്കിത് ബോക്സിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഇതിൻ്റെ ഒപ്പം നമുക്കൊരു സിം ഇജക്ടർ ടൂള് കിട്ടുന്നുണ്ട്. പിന്നെ ഉള്ളിൽ വേറെ എന്തൊക്കെയുള്ളത് നോക്കാം. അപ്പോൾ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണെന്ന് തോന്നുന്നു. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്. പിന്നെ ഇതൊരു കേസാണ്, ഒരു അടിപൊളി ക്ലിയർ കേസാണ്, നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്, ഫ്ലെക്സിബിൾ പ്ലാസ്റ്റിക്കാണ്, സൂപ്പറാണ്. ഓക്കെ, ഇനി നമുക്ക് വേറെ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഒരു 40 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്, സൂപ്പർ ചാർജറാണ്, 40 വാട്ടാണ്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാം ഒന്ന് പൊടിച്ച് റെഡിയാക്കി വെക്കാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് അതിൻ്റെ ചാർജ് ചെയ്യാനുള്ള കേബിളാണ്, ടൈപ്പ് സി ആണ്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് നല്ല പെട്ടെന്നായിട്ട് ചാർജ് കയറും. അപ്പോൾ അടുത്ത് തന്നെ പിന്നെ നമുക്കൊരു ഹെഡ്സെറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഹെഡ്സെറ്റിന് ഇത് 3.5 ജാക്ക് ഉള്ളൊരു ഹെഡ്സെറ്റാണ്. പക്ഷേ ഈ ഫോണിൽ 3.5 ജാക്ക് സപ്പോർട്ടല്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവർ നമുക്കൊരു കണക്ടർ തരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് 3.5 ജാക്കാണ്. അപ്പോൾ ഇതിപ്പോൾ ഇറങ്ങുന്ന പുതിയ ഫ്ലാഗ്ഷിപ്പ് മോഡലുകളിലൊന്നും തന്നെ 3.5 ജാക്ക് ഇല്ല. ഇതിന് വേണ്ടിയിട്ട് അവർ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു കണക്ടർ തരും. ഇതാണ് ആ കണക്ടർ. അപ്പോൾ ഇതുവഴി നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇത് ഫോണിൽ കുത്തണം. ഇനി നമുക്കിതിൻ്റെ ക്യാമറ ഒന്ന് നോക്കാം. ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് വന്നിട്ടൊരു കോഡ് ക്യാമറ സെറ്റപ്പാണ്. 64 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് സൂം ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു 2 മെഗാ പിക്സലിൻ്റെ മാക്രോ സെൻസർ. ഇത്രയാണ് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ്, ബാക്ക് ക്യാമറ സെറ്റപ്പ് വരുന്നത്. നോവ സീരീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഫ്രണ്ട് ക്യാമറയാണ്. 32 മെഗാ പിക്സലിൻ്റെ ഒരു അടിപൊളി സെൽഫി ക്യാമറയാണ് ഇതിൽ വരുന്നത്. ആൻഡ്രോയിഡ് 10 പ്രവർത്തിക്കുന്ന ഈ ഫോണിന് പവർ ഏകുന്നത് കിറിൻ്റെ 985ൻ്റെ അടിപൊളി ഫ്ലാഗ്ഷിപ്പ് പ്രോസറാണ്. കൂടെ 8 GB റാമിൻ്റെ സപ്പോർട്ടും. ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് തന്നെ. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പുറത്ത് പോയിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഫോണിൻ്റെ സൂമിങ് ടെസ്റ്റാണ്. ഈ ഫോണിന് 3x വരെ ഒപ്റ്റിക്കൽ സൂമിങ്ങും 20x വരെ ഹൈബ്രിഡ് സൂമിങ്ങുമാണ് കമ്പനി പറയുന്നത്. 3xൻ്റെ 8 മെഗാ പിക്സലിൻ്റെ ക്യാമറ യൂസ് ചെയ്തിട്ടാണ് 3x വരെയുള്ള ഒപ്റ്റിക്കൽ സൂമിങ് ഇവിടെ സാധ്യമാക്കുന്നത്. ബാക്കി വരുന്ന ഹൈബ്രിഡ് സൂമാണ്. ഇപ്പോൾ നമ്മൾ 20x സൂമിലാണ്, ഇപ്പോൾ മാക്സിമം സൂമിലാണ് നിൽക്കുന്നത്. ചെറുതായിട്ട് ഫോക്കസ് ഔട്ട് ആവുന്നുണ്ട്, പക്ഷേ അപ്പുറത്തു കൂടെ വണ്ടികൾ പോകുന്നത് കാരണം ക്യാമറ അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ആ ഫോക്കസിൻ്റെ മിസ്സിങ്. ഇതാണ് മാക്സിമം സൂമിങ്. ഇത് ഇപ്പോൾ കാണുന്നത് നമ്മുടെ വൈഡ് ആംഗിൾ ലെൻസ്. നോവ 7ൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവരുടെ ഡ്യുവൽ വ്യൂ എന്ന് പറയുന്ന ന്യൂ ടെക്നോളജിയാണ്. ഇത് ഒരേ സമയം തന്നെ നമ്മുടെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരുമിച്ച് പ്രവർത്തിക്കാവുന്നതാണ്. ആദ്യമായിട്ടാണ് ഒരു ഫോണിൽ ഇത്തരം ഒരു ടെക്നോളജി വരുന്നത്. യൂട്യൂബിലൊക്കെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഫീച്ചറാണത്. അടുത്തായി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന മാക്രോ ടെസ്റ്റാണ്. ചെറിയ ഐറ്റംസിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് മാക്രോ ക്യാമറാസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോണിലെ മാക്രോ ക്യാമറ നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സബ്ജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവുന്ന നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാവുന്നതാണ്.
സൂപ്പറാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹുവാവേ നോവ 7 അൺബോക്സിംഗ് റിവ്യൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.